ഹായ് തുമ്പ ട്രാവലിംഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, നമ്മള് കടുപ്പുളങ്ക എന്ന് പറയുന്ന ആന്ധ്രയിൽ വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി കയറിയതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ഗാർഡൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വന്നതാണ്. നമ്മൾ ഇഷ്ടം പോലെ ഗാർഡൻ ഇവിടെ ഉണ്ട്, വലിയ ഗാർഡൻ ആണ്. അപ്പൊ അവിടെ പൂക്കളൊക്കെ ഇപ്പൊ വളരെ കുറവാണ്, അത് സീസൺ അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതായത് ഇവിടുത്തെ നഴ്സറിയുടെ പേരെന്താണ്? ശ്രീ ശിവദുർഗ എന്ന് പറയുന്ന ഒരു നഴ്സറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നമ്മളുടെ പൂക്കളൊക്കെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള നമുക്കൊന്നൊരു കാണാം. അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡാണ് കേട്ടോ. കണ്ടോ, മെയിൻ ഹൈവേ റോഡാണിത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ചെന്നൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചെന്നൈക്ക് 629 കിലോമീറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഗാർഡൻ, നമ്മുടെ ഈ ഗാർഡൻ. ആൾക്കാരൊക്കെ ചെടി വാങ്ങാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ കേട്ടോ. ഇത് കണ്ടില്ലേ, റെഡിന്ന് ഓറഞ്ചായിട്ട് ലയിച്ച് മാറുന്ന ഒരു കളർ വെറൈറ്റിയാണ് ഈ കോളാമ്പി മൈക്കിന്റെ പൂ. എല്ലാവർക്കും അറിയാത്, ഇതൊരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. അതിവിടെ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ നിൽക്കൊണ്ട് വല്ലതൊക്കെ പറയുന്ന എന്താണ് പറയണ്ടേ. അത് കാണാൻ അതിമനോഹരമായ ഒരു നല്ല വെറൈറ്റി സംഭവമാണ്. കണ്ടോ, ആ ഒരു പൂവിന്റെ ആ ഒരു കിട്ടു കളറാണ് ഇത്. കണ്ടോ, ഇവിടെ ഒരു ആന്ധ്ര ഓൺ. അതുപോലെ തന്നെ കാണാൻ നല്ല മനോഹര ഒരു കാഴ്ചയാണ്. ഇതാ നല്ല പന്തലടിച്ച് അവരുടെ ഒരു ചെറിയൊരു ഓഫീസാണ് ഈ കാണുന്നത് കേട്ടോ. ഇവരൊക്കെ പൂ വാങ്ങാൻ, ഈ ചെടി വാങ്ങാൻ വന്നത് ഓഫീസ്. ഇതിന്റെ പന്തലിലാണ് ഈ നട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഒരുപാട് റോസകളുടെ ഇതുണ്ട്. ഇതിലൊന്നും പൂക്കളൊന്നും ആയിട്ടില്ല. എന്താ, നമ്മുടെ പിച്ചിപ്പൂവാണ് കേട്ടോ. ചെറിയ നല്ല കിട്ട് തൈകളാണ് ഇവിടെ വളർന്നു വരുന്നത്. ഇത് മുല്ലയാണോ പിച്ചിയാണോ? ഇത് പിച്ചിയാണല്ലേ. പിച്ചി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി കളറാണ്, വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ. ഇട്ടിമില്ല ടൈപ്പ് അല്ല, എന്നാലും കാണാൻ നല്ല അതിമനോഹരമായ ഒരു ഇതാണ്, ഒരു വെറൈറ്റി സംഭവമാണ് ഇത്. ശരി. അതുപോലെ ഒത്തിരി ഈ മുല്ലകളുടെ ഐറ്റമായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. മജന്തയാണ് നമ്മുടെ കണ്ടോ, കാശിത്തുമ്പയുടെ ബിങ്കാസിന്റെ ഒരു മജന്ത കളറിൽ ഇവിടെ ഒരു പക്ഷിയൽ മോഡലാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല ഒരു കളറാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ അപൂർവമായിട്ടാണ് ഈ കളറിലെ മജന്തയിലെ കളറിലെ കാണുന്നത്. അത് കൊള്ളാം. ഇതിന്റെ പേരൊന്നും അല്ല, ഇതിന്റെ പേരെന്തെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അറിയുന്നൊരു കമന്റ് പറയണം കേട്ടോ. കാരണം ചെയ്ത് നല്ല ഒരു കളറിലെ ഒരു പൂവാണ്. ഇതുപോലെ മജന്ത കളറിലെ നല്ല കട്ടും കളറിൽ വിരിഞ്ഞു വന്നിട്ടാണ് ഈ കാണുന്ന നമ്മുടെ വെള്ളയിലായിട്ട് ഇങ്ങനെ ലയിച്ച് മാറുന്നത്. അതുപോലെ തന്നെ അതിൽ നോക്കിയേ, ചെറിയ അതിന്റെ കായക്കയിലുണ്ട്. ഇതെന്താണ് ഇതിന്റെ പേരെന്നുള്ള അറിയില്ല, അറിയുന്നൊരു കമന്റ് ചെയ്യണേ. ഇത് കണ്ടോ, നല്ല ഞെട്ടപ്പ് സാധനമായിട്ട് നോക്കിയേ. ഇതൊക്കെ നല്ല വെറൈറ്റി കളറിലുള്ള, ഇതാ നിറയെ മുട്ടുകൾ പല വെറൈറ്റി കളറായിട്ട് വിരിയുന്നതാണ്. ഇവിടെ ആർക്കും കൊടുക്കാനൊന്നുമല്ല, മൊത്തത്തിൽ ഇതിങ്ങനെ പൊഴുത് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതായത് വളർന്ന് വലുതായിട്ടുണ്ട്, അതുകൊണ്ട് അവരിനി അതിനെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പൊഴുത് അവിടെ മൂടോടെ വെച്ചിരിക്കുകയാണ്. അതായത് നിറയെ പൂവാണ് റോസ്. നോക്കിയാൽ നമ്മുടെ സുന്ദരി കുട്ടികളാണ് ഇവിടെ നിറയെ പൂത്തുവാരി നിൽക്കുന്നത്. അങ്ങനെ അതിന്റെ മൂടൊക്കെ പൊഴുത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നോക്കിയേ, ഇതാ നല്ല കളറിൽ വിരിഞ്ഞിരിക്കുന്ന അറിയോ. ഇതാ ഈ കാണുന്നത് മൊത്തം ഗാർഡനാണ്. ഒരു ഗാർഡൻ എന്ന് പറഞ്ഞാലേ ഒരു വലിയ ഒരു ഏരിയ തന്നെയായിരിക്കും. നമ്മൾ അവിടെ കണ്ടത് തന്നെ കേട്ടോ. അത് കണ്ടോ, നല്ല കാഴ്ചയുണ്ട് കാണാൻ അല്ലേ. കുറച്ചുകൂടി നല്ല ഒരു അതിമനോഹരമായ ഒരു പൂക്കളാണ് ഇവിടെ. പിന്നെ അതാണ്ട് ഈ കാണുന്ന കണ്ടോ, നമ്മുടെ ഈ ബാക്കിൽ കണ്ടോ, ഇത് മൊത്തം ഇതിന്റെ ഈ ഗാർഡനാണ് ഇത് മൊത്തം. അപ്പൊ നമ്മള് ആന്ധ്രയിലാണ് നമ്മൾ ഈ വീഡിയോക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ കുറെ ഗാർഡൻ ഉണ്ടെന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വന്നിക്കൊണ്ട് മുന്തിരി ടൈപ്പ് കണക്കത് അത് തന്നെ കാണാൻ ഒരു ഭംഗി തന്നെയാണ്. അത് ശരിയാ. ഒരു എന്താണെന്ന് പറയുക, അത് കാണിച്ചേ. അതെങ്ങനെയെന്നറിയോ, നമ്മുടെ ഈ കരിയപ്പലയുടെ ഒരു കായില്ലേ, കരിയപ്പലയിൽ വരുന്ന അതിന്റെ ഒരു സെയിം അല്ലേ. പച്ചയാണ് ഇത്. ഇതൊരു എന്താണ്, വയലറ്റോ, ഒരു കളർ, ഒരു കളർ കലർന്നല്ലേ. പൂ നല്ല സംഭവം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് വയലറ്റ് ആയിട്ടല്ല, നമ്മൾ കണ്ടപ്പോ നമുക്ക് തോന്നുന്നത് ബ്രൗൺ കളറാണ്. അതെ, അത് ശരിയാ. ബ്രൗൺ കളറായിട്ടാണ് അതിന്റെ ഇത്. മജന്ത കളറിന് വളരെ ലൈറ്റ് ആയിട്ട് ഉള്ള ഒരു പൂവാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ആ കളറിലെ തന്നെ ജോഡിയായിട്ട് നിൽക്കുന്ന വെള്ള, അതുപോലെ മജന്തയിൽ പിങ്ക് നിറഞ്ഞതും,
അതുപോലെ തന്നെ ഇവിടെ വയലറ്റ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു 3-4 കളറിലെ പൂവാണ് ഇവിടെ ഇങ്ങനെ, അതിന്റെ ചെടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ മൊത്തത്തിൽ അതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് അതുപോലെ ഈ പൂക്കൾ പല വെറൈറ്റി നമ്മൾ കണ്ട്. അതായത് ഇപ്പൊ സീസൺ ഇത്തിരി കുറവാണ് കേട്ടോ. അവർ അപ്പൊ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനല്ല പറഞ്ഞത്. നല്ല കൂടുതൽ ഇവിടെ നല്ല വെറൈറ്റി പൂക്കളൊക്കെ വിരിഞ്ഞ് വന്നാൽ അത് അപ്പോഴേ വാങ്ങിക്കൊണ്ടോ പോകും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വളരെ കുറവാണ്. അതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അതേ കാലാവസ്ഥയാണ് ആന്ധ്രയിലും. പിന്നെ അതുമല്ല ഈ ചെടികളൊക്കെ നമ്മൾ ഏത് ക്ലൈമറ്റിലും നമുക്ക് വെച്ചാൽ പിടിക്കും എന്നൊരു ഉറപ്പുണ്ട്. അതൊക്കെ നല്ലതാണ്. എന്തായാലും കൊള്ളാം. നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ കേരളത്തെക്കാളും ഒരുപാട് നല്ല പൂക്കൾ വെറൈറ്റി ഉള്ളത് ഇവിടെ ഉണ്ട്. കാരണം അതിന്റെ സീസൺ ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് പൂക്കാത്തതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഐറ്റം ഇട്ട് നോക്കാം. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് അല്ലേ? അതെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇപ്പോൾ ഓൾറെഡി കുറച്ച് പേര് ഇവിടെ കുറെ ചെടികൾ നല്ല നല്ല മനോഹരമായ നല്ല പൂക്കളുള്ള ചെടികളെല്ലാം മേടിച്ചോണ്ട് ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. നോക്കിയാൽ ഈ കൂട്ടത്തിൽ ഒരു ചെമ്പരന്തി ഉണ്ട് കേട്ടോ. നല്ല കിട്ട് കളറിലെ കുഞ്ഞു കളറിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ടോ? അതാ ചെറുതിലേ പിടിച്ചിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഒറ്റ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു ചെമ്പരന്തി കുട്ടി. നല്ല വൈറ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. നമ്മൾ അവിടെ വേറെ കണ്ടതിൽ സെൻട്രലായിട്ട് ചെറിയ മഞ്ഞ ഉണ്ടായിരുന്നു അല്ലേ? അത് അവിടെ ഇപ്പൊ ഉണ്ടല്ലോ. ഐവറി കളറായിട്ട് ഉണ്ട്. ഇത് തനി വെള്ളമായിട്ടല്ലേ? അതുപോലെ ഒരുപാട് അതാണ്ട് ഇവിടെ കണ്ടോ നമ്മുടെ എന്താ പറയാ നമ്മുടെ മുല്ല. പിച്ചിയാണോ? മുല്ലയാണ്. കുറ്റിമുല്ലയുടെ ഇതാണ് എല്ലാം മുട്ടിട്ട് നിൽക്കുന്ന കാണാം. അഗസ്തിയുടെ മരങ്ങളാണ് നിൽക്കുന്നത്. എല്ലാം കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത്രയും വലുപ്പമായി. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇത് പൂ പിടിക്കേണ്ടതാണ് ഇപ്പോൾ. അതെ, ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു പന പോലെ. അതിൽ നിറയെ നമ്മുടെ അടയ്ക്കാപ്പാക്ക് പോലെ പിടിച്ചിരിക്കുന്ന അല്ലേ? കൊള്ളാല്ലേ കാണാൻ? അതിന്റെ പൂക്കൾ അതിന്റെ ആ കുലയായിട്ട് നിൽക്കുന്ന പൂവിന്റെ ഇതാണ് കേട്ടോ. അത് പൂത്ത് വിരിയുന്നതാണ് ഈ കായ്കള്. ഒരു ചെറിയ പന പോലെയാണ് നിൽക്കുന്നത്. കൊള്ളാം, നിറയെ ഉണ്ട് കേട്ടോ. ലെഗസ്റ്റോമിയാണ് ഈ നിൽക്കുന്നത് മൊത്തത്തിൽ കേട്ടോ. ഇത് നിറയുണ്ട്. അതുപോലെ തൊട്ടടുത്തായിട്ട് വീണ്ടും ഇതുപോലെ പൂക്കൾ ഒരുപാടുള്ളതുണ്ട്. അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ കാണിക്കാം. പാലപ്പൂവാണ് കേട്ടത്. നമ്മുടെ യക്ഷി വരുന്ന പാലപ്പൂവേ, അതാണ്. അതിന്റെ ചെറിയ ചെറിയ തൈലായിട്ട് കുഞ്ഞിലേ പൂക്കുന്ന. നമ്മളത് അങ്ങനെ കണ്ടിട്ടില്ല. കൊള്ളാം, നല്ല ഒരു സംഭവം ഉണ്ട്. ഇതോ നമ്മൾ കുറച്ചങ്ങ് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലേ നല്ല വെറൈറ്റി സംഭവങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞത്. അത് എന്താണെന്നൊക്കെ നോക്കണം. അപ്പൊ നമ്മുടെ ഗാർഡനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് പൂക്കൾ കുറവാണെങ്കിലും ഗാർഡൻ ഒരു രക്ഷയില്ല. ഏക്കർ നോക്കി നല്ല പഴുത്ത്. അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ? നമ്മുടെ എന്താ അതിനെ കോവയ്ക്ക. ഇതൊക്കെ പഴുത്ത് പോയി. ചെറിയ നിറയെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ നിറയെ ഉണ്ട്. ഒരു പഴുത്തൊരെണ്ണം സുന്ദരനെ കൊള്ളായിരുന്നു. പഴുത്തൊരെണ്ണം. ഇത് കുറച്ചുകൂടെ പഴുത്തിട്ടുള്ളതാണ്. നോക്കട്ടെ. നല്ല പുഴുപ്പൂ. നല്ല വിലയാണ് കേട്ടോ സംഭവം. ഇവിടെ അങ്ങോട്ടൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നത്? ഒരു കളർ തന്നെയല്ലേ ഇവിടെ മൊത്തം. അതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇവിടെ നട്ടിരിക്കുന്നത്. നിറയെ നോക്കിയാൽ മൊത്തത്തിൽ ഈ പ്ലാന്റാ. നല്ല ഐറ്റമായിട്ട് ഇവിടെ വെറൈറ്റി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്. നല്ല വെറൈറ്റി പൂക്കളൊക്കെ തന്നെ ഇവിടെ ഉള്ളതല്ലേ? അതെ. അതിൻ്റെ സീസണും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഭയങ്കര ഏരിയ ആണ് കേട്ടോ. ഈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ ഒന്നും പറയാൻ പറ്റില്ല. മെയിൻ റോഡാണ്. നമ്മുടെ ചെന്നൈക്ക് പോകുന്ന മെയിൻ റോഡാണ് നമ്മളെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് നഴ്സറികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പോയെങ്കിൽ നമുക്ക് ഇത് കണ്ട് അറിയാൻ പറ്റും. ഇതാ കണ്ടില്ലേ നമ്മുടെ നാട്ടിലേക്ക് പ്ലാവുകൾ നിൽക്കുന്നുണ്ടോ? നല്ല ചെറുതിലേ കായ്ക്കുന്നതാണ് കേട്ടത്. ചിലപ്പോൾ നോക്കണം കേട്ടോ. അല്ല ചക്കയൊക്കെ പിടിച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അത് പിടിക്കാറായില്ല. അല്ല, ഇത് ചെറുതിലേ പൂക്കുന്നതാണ്. ഇതൊക്കെ എന്താണ് പരിപാടി? ഇതൊക്കെ ഇവിടെ വളർത്തുന്നതാണ്. ചെറിയ ചെറിയ വിത്ത് പാവിയിരിക്കുന്ന ഇതാണ് ഈ കാണുന്നത് നമ്മൾ കേട്ടോ. നമ്മുടെ ജെറി ഉണ്ടോ? അത് നോക്കിയേ, വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ അടുത്തോട്ട് കാണിച്ചേ. വിളഞ്ഞ് അങ്ങനെ വരുന്നൊരു പരിപാടി. ഇതെങ്ങനെ ഇപ്പോഴെങ്ങനെയൊക്കെ നല്ല ഉണ്ടോ? നല്ല കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കറ. ഇവിടെ കണ്ടോ നമ്മുടെ നാരങ്ങ ഉണ്ടോ?
കളറില് നാരങ്ങ ഇപ്പൊ ഇതിൽ പിടിച്ച് നിൽപ്പുണ്ട്. ശരിക്കും എന്താ നിൽപ്പുണ്ട്, ഇതിന്റെ ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്. നിൽക്കുന്ന കണ്ടോ? അതിന്റെ അത് വിളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ, വിളഞ്ഞില്ല, ഇത് പരിവായി വരുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ മാങ്ങ നിൽപ്പുണ്ട്, അതും അതെ, നല്ല കിട്ടുകൾ. ഇപ്പോഴേ അതില് മാങ്ങ പിടിച്ച് നല്ല ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതുപോലെ നിറയെ നമുക്ക് കാണാം. എന്തോ പോവത് നിങ്ങൾ എടുക്കും ഞാൻ പിടി വേണ്ട, ഞാൻ കുറച്ച് മേടിച്ചത്. ഇതുണ്ടോ? ये पूरा ये डालते हैं ना? पूरा डाल दे, ये डालना है. ഇതാണ് അവർ ഇടുന്നത് കേട്ടോ. ഇതെന്താ നമ്മുടെ നാട്ടിലെന്താ പറയുന്നത്? എല്ലുപൊടി. എല്ലുപൊടിയോ? എല്ലുപൊടി. കേരള നാമേ എല്ലുപൊടി. എല്ലുപൊടി. ആന്ധ്ര में DAP. DAP എല്ലുപൊടി അല്ല, ഇത് DAP കേരള. സോറി DAP എല്ലുപൊടി ഇല്ലേ? ഇത് എല്ലുപൊടിയാ? എന്തോ എന്താണ് എന്താന്ന് എനിക്കറിയില്ല, ഞാൻ എന്താ പറയാ. നിങ്ങളല്ലേ നഴ്സറി അവിടെ ഉള്ള ഫ്ലവർ थाईलैंड जर्मनी वाला जर्मनी है. ये सेम है ना? वो सेम है ना? ये छोटा प्लांट ये वाला? हाँ सेम वाला. അടിപൊളിയല്ലേ കാണാൻ? അതെ, നല്ല കളർ, കാണാൻ മനോഹരമായ. സെറ്റായ കളറിലേക്ക് നോക്കി. ഇതെല്ലാം ചെമ്പകമാണ്, വെറൈറ്റി അല്ലേ? എല്ലാം ഒരു കളറിലായിരിക്കുമോ? എല്ലാം അത് ഒരൊറ്റ കളറാണ്. അതിന്റെ അത് തന്നെ റെഡ് വന്ന പിങ്കായി മാറും. അതെ. കൂടുതലും വെള്ളയുള്ളത് ഇതിന്റെ വെള്ളയാണല്ലേ നാട്ടിലൊക്കെ ഉള്ളത്? നമ്മുടെ കേരളത്തിലൊക്കെ ഇതിന്റെ വെള്ള കളറാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇവിടെ ഈ ഒരു കളറിലാണ് ഒരുപാട് സംഭവം. കൊള്ളാം. ഇലകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ? നമ്മുടെ ചെമ്പകമാണെങ്കിലും അതിന്റെ ഇലയെ കണ്ടോ, ഒരു പൂവളത്തിന്റെ ഇല പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല കൊള്ളാല്ലേ? കാശ്മീർ റോസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന്റെ ചെറുതിലേ പൂക്കുന്ന കാശ്മീർ റോസ് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒത്തിരി കളറിൽ നമുക്കിവിടെ കാണാം. നല്ല പിങ്ക്, വെള്ള നിറത്തിലൊക്കെ പല ഡിസൈനിലുള്ള ക്വാളിറ്റിയിലുള്ള ചെറിയ ചെറിയ പൂക്കളെയൊക്കെ നമുക്കിവിടെ കാണാം. എല്ലാം റോസയാണിത്. എൻ്റെ ഒരു ചട്ടി എടുത്ത് കാണിച്ച പൂ വിരിഞ്ഞൊരു സംഭവം എടുത്ത് ആ വെള്ളം പോയി. അതതിൻ്റെ കളർ ഉണ്ടോ? ഇത് വളരെ ഇത് ഡൗൺ ആക്കിയാണ്, ഡൗൺ ആക്കപ്പാ. അങ്ങനെ കണ്ടോ? ഇത് കാശ്മീർ റോസയുടെ ഒരു പുതിയ ഒരൈറ്റം. ഒത്തിരി കളർ ഇവിടെ ഉണ്ടല്ലേ? അതെ. നമ്മളെ കുമാരേട്ടൻ അങ്ങനെ അവരുടെ അടുത്ത് നമ്മളെ കാണിക്കുന്നതാണ്. അതിന്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതെ, വളരെ പിടിക്കുന്നതാണ്, പല വെറൈറ്റി കളറില്. ശരി, ഓക്കെ. നല്ല കെട്ട് റോസായിട്ട് പുതുക്കുന്നുണ്ട്, നല്ല വെള്ള കളറിൽ. അതുപോലെ തന്നെ ഒരു ഇളം റെഡ് കളറിലെ ഇവിടെ ഒരു മഞ്ഞയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന റോസാപ്പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ചെറിയ ഇതാണല്ലേ, ചെറിയ തൈകളിലാണ് നിറയെ വെറൈറ്റി രീതിയിലുള്ള. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ കണ്ടോ, പൊഴിഞ്ഞ് ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വെറൈറ്റികളൊക്കെ തന്നെയാണ്. വളരെ മാറ്റങ്ങളൊന്നുമില്ലല്ലേ? കുറച്ചുകൂടി മാറ്റമുള്ളതാണല്ലേ? എവിടെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കണ്ടമനുണ്ട്. ഇവിടെ നിന്നൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഇവിടെ. ഇതൊക്കെ ഇതിൻ്റെ പ്ലാന്റും കാര്യങ്ങളും നിൽക്കുന്നുണ്ട്.
ഇത്രയുള്ള ഈ റോസൊക്കെ ഇവിടെ ഇത്ര ഉണ്ടാവും കേട്ടോ. വലിയൊരു പ്ലാന്റാണ്. പിന്നെ അവിടെ നല്ല റോസിലെ കളറിൽ നിൽക്കുന്ന റോസപ്പ് ഉണ്ട് കേട്ടോ, കാണിക്കാം. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ, അതിൽ തന്നെ ലൈറ്റ് കളർ തന്നെ അങ്ങ് ലയിച്ച് അതും ഓറഞ്ച്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇത്. ഇതൊക്കെ ഇങ്ങനെ വളരെ ഇതൊക്കെ നേരത്തെയൊക്കെ വിരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ അതുപോലെ നല്ലതാണ്ട് ഇപ്പോൾ പുത്തനായിട്ടൊക്കെ വിരിഞ്ഞ് നല്ല ഉണർവോടെ നിൽക്കുന്നുണ്ട്. ഇത് നല്ല വെറൈറ്റി ഒരു പിങ്ക് കളറാണ്. പിങ്ക് ഉണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ, ഇതിലൊക്കെ നല്ല കണ്ടോ നോക്കിയാൽ, ഇതൊക്കെ കൊള്ളാൻ കാണാം അല്ലേ. ഇതൊക്കെ ഉണ്ടോ? അതെ നല്ല രീതിയിൽ പൂത്ത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഭയങ്കര എടുത്ത് പറയേണ്ട വെറൈറ്റി എന്നിട്ട് ഇല്ല. നമ്മുടെ താമര കൊണ്ട് നല്ല നിൽക്കുന്ന ഒരു സൈസ് റോസാണ്. അതെ ഇത് പുതിയ സംഭവമാണ് കേട്ടോ. അതിൻ്റെ മൊട്ട് ഇങ്ങനെ അതിൻ്റെ മൊട്ട് നമുക്കിവിടെ കാണാം. അത് ഇപ്പം ഈ ഒരു പിങ്ക് കളർ പോലെയൊക്കെ, അത് പിന്നെ വളരെ പിങ്കും പിന്നെ ഐവറി സെൻറ്റർ ഐവറി പിങ്കായിട്ട് ഇങ്ങനെ വന്ന് ലൈറ്റ് കളർ വൈറ്റും പിങ്കുമായിട്ട് മിക്സായി പിന്നെ ഐവറിയിൽ തീരുന്ന ഒരു കളറാണ്. ശ്രീ ശിവദുർഗയുടെ പ്ലാന്റിലെ പൂക്കളാണ് നമ്മളിവിടെ കണ്ടത്. നമ്മളിവിടുത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നാളെ അടുത്ത വേറൊരു പ്ലാനിലേക്ക് പോകുന്നുണ്ട്. അവിടെ നല്ല വെറൈറ്റി പൂക്കളെ കണ്ടെന്നല്ലേ പറഞ്ഞത്. അതെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നാളെ നമ്മൾ പോകും. ഇന്നിപ്പോൾ ഒട്ടും സമയമില്ല. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ തിരിച്ചു വരാം. ഓക്കെ, ബൈ.